നമസ്തേ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ പറയുന്നത് ജാതകത്തിൽ ചൊവ്വയെക്കൊണ്ട് ചിന്തിക്കാവുന്ന ചില വിശേഷ വിധികളെ പറ്റിയാണ്. ചൊവ്വയെ ജാതകത്തിൽ കുജൻ എന്നാണ് പറയപ്പെടുന്നത്. കുജൻ എന്നതിൻ്റെ കു എന്നാണ് ജാതകത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ചൊവ്വയെ സൈന്യാധിപനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ചൊവ്വയെ അംഗാരകനെന്നും അറിയപ്പെടുന്നുണ്ട്. ജാതകത്തിൽ ചൊവ്വയെക്കൊണ്ട് എന്തൊക്കെ ചിന്തിക്കാമെന്ന് നോക്കാം. ചൊവ്വ സഹോദരകാരകനാണ്. സഹോദരൻ, നിർവികാരത, ഓജസ്, ഭൂമി, പട്ടാളം, പോലീസ്, ധൈര്യം, ആപത്ത്, ക്രൂരത, യുദ്ധം, അഗ്നി, കൊലപാതകം, വൈദവ്യം, മംഗല്യം, വ്യഭിചാരം, കള്ളൻ, ശത്രു, രക്തം പോക്ക്, വ്രണം, ചൊറി, മസൂരി പോലെയുള്ള രോഗങ്ങൾ, ശസ്ത്രക്രിയ പോലെയുള്ള പ്രവൃത്തികൾ, ഇവയെല്ലാം തന്നെ ചൊവ്വയെ കൊണ്ടാണ് ചിന്തിക്കുന്നത്. ഒരാളുടെ ജാതകത്തിൽ ചൊവ്വ ലഗ്നത്തിലാണ് സ്ഥിതിയെങ്കിൽ ഏത് കാര്യം ആരംഭിച്ചാലും അതിൻ്റെ ഫലം കിട്ടുന്നതിന് മുമ്പ് തന്നെ ഓരോരോ തടസ്സങ്ങൾ വന്നു ചേർന്നു കൊണ്ടിരിക്കുമെന്നുള്ളതാണ്. ഇവർക്ക് ശരീരത്തിൽ മുറിവോ വ്രണമോ സംഭവിക്കാൻ ഇടയുണ്ട്. പൊതുവെ ഇവർക്ക് ആയുസ് കുറവുള്ളവരായിരിക്കും. ഇവർക്ക് ഭാര്യയെക്കൊണ്ട് ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട സ്ഥിതി ഉണ്ടാകുമെന്നാണ്. അതേപോലെ തന്നെ ലഗ്നത്തിൽ ചൊവ്വ നിൽക്കുന്നവർക്ക് ശിരോരോഗമോ നയനരോഗമോ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. ചൊവ്വ ബലമാണെങ്കിൽ ശ്രേയസ്, യശസ്, ഭൂമിലാഭം എന്നിവയൊക്കെ ഇവർക്ക് വന്നു ചേരുമെന്നുള്ളതാണ്. മേടമോ ചിങ്ങമോ ധനുവോ ലഗ്നമായി അവിടെ ചൊവ്വ നിന്നാൽ ഒരു ബന്ധുഗൃഹം കൂടി വീക്ഷിക്കുകയോ ചെയ്താൽ അത് രാജയോഗപ്രദമാണ്. വൃശ്ചികം, മേടം എന്നീ രാശികൾ ലഗ്നമായി അവിടെ ചൊവ്വ നിന്നാൽ ജാതകന് പൂർവികമായി കിട്ടേണ്ട സ്വത്തുക്കൾ വന്നു ചേരുകയും സമ്പാദ്യമുള്ളവനാവുകയും ചെയ്യുമെന്നുള്ളതാണ്. വ്യാഴക്ഷേത്രമായ ധനുവോ മീനമോ ലഗ്നമായി അവിടെ ചൊവ്വ നിന്നാൽ ജാതകൻ ഭാഗ്യവാനായിരിക്കുമെന്നുള്ളതാണ്. ഇടവമോ തുലാമോ ലഗ്നമായി അവിടെ ചൊവ്വ നിന്നാൽ ജാതകൻ വലിയ സ്ത്രീശക്തനായി തീരുമെന്നുള്ളതാണ്. ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ചൊവ്വ ഒരു രാശിയിൽ തനിച്ച് നിന്നാൽ മാത്രമേ പൂർണ്ണഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. ചൊവ്വ പാപഗ്രഹങ്ങളോട് ചേർന്ന് നിൽക്കുകയാണെങ്കിൽ ദോഷഫലങ്ങൾ കൂടിയിരിക്കും. അതേപോലെ തന്നെ ശുഭഗ്രഹങ്ങളോട് കൂടിയാണ് നിൽക്കുന്നതെങ്കിൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുമെന്നുള്ളതാണ്. ചൊവ്വാഴ്ച ദിവസവും ജാതകത്തിൽ വർഗോത്തമം ചെയ്ത് നിൽക്കുമ്പോഴും മേടം, വൃശ്ചികം, മകരം, മീനം എന്നീ രാശികളിൽ ഒന്നിൽ നിൽക്കുമ്പോഴും രാത്രിയിലും ദക്ഷിണായനത്തിലും ജാതകത്തിൽ 10ാം ഭാവത്തിലും ചൊവ്വ പ്രത്യേകം ബലവാനാണ്. സ്വക്ഷേത്രങ്ങളായ മേടം, വൃശ്ചികം രാശികളിൽ ചൊവ്വ സ്ഥിതിയുള്ളപ്പോൾ ജനിക്കുന്നവൻ രാജപൂജിതനായും സഞ്ചാരിയായും സൈന്യത്തിലോ പോലീസിലോ ജോലിയുള്ളവനായും ധനവാനായും ശരീരത്തിൽ മുറിവോ വ്രണമോ ഉണ്ടായ അടയാളങ്ങളുള്ളവനായും ശൗര്യമുള്ളവനായും ഭവിക്കുമെന്നാണ്. ശുക്രക്ഷേത്രങ്ങളായ ഇടവത്തിലോ തുലാത്തിലോ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ സ്ത്രീജിതനായും ബന്ധുക്കൾക്ക് അനിഷ്ടനായും ഭയമുള്ളവനും മനസ്സും വാക്കും രണ്ട് രീതിയിലായിരിക്കുന്നവനും അലങ്കാരപ്രിയനുമായിരിക്കും. ബുധക്ഷേത്രങ്ങളായ മിഥുനത്തിലോ കന്നിയിലോ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ പുത്രന്മാരും തേജസ്സുള്ളവനും സംഗീതവാസനയുള്ളവനും ബന്ധുക്കളില്ലാത്തവനും ലുബ്ധനായും
എന്നാൽ ഉപകാരസ്മരണയുള്ളവനും നിർഭയനായും യുദ്ധത്തിൽ ചേരാൻ മടിയില്ലാത്തവനായും അതിൽ സമർത്ഥനായും ഭവിക്കുമെന്നാണ്. ചന്ദ്രക്ഷേത്രമായ കർക്കിടകത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ധനവാനായും ജലസംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവനായും ബുദ്ധിമാനായും നിർബന്ധ സ്വഭാവമുള്ളവനും ഏതെങ്കിലും വൈകല്യം നേരിടുന്നവനായും ഭവിക്കുമെന്നാണ്. ആ ചൊവ്വ ഉദ്യോഗദായകനുമാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. അവിടെ ചൊവ്വയുടെ നീചരാശിയാണെങ്കിലും നീചഭംഗം സംഭവിക്കുന്നതിനാൽ അത് രാജയോഗപ്രദമാണ്. സൂര്യൻ്റെ ക്ഷേത്രമായ ചിങ്ങത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ക്ലേശങ്ങളെ സഹിക്കുന്നവനും ധനമില്ലാത്തവനും മലനാടുകളിൽ വസിക്കുന്നവനും ഭാര്യാപുത്രാദികളിൽ ഇല്ലാത്തവനായും ഭവിക്കുമെന്നതാണ്. വ്യാഴക്ഷേത്രങ്ങളായ ധനുവിലോ മീനത്തിലോ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ ശത്രുക്കളുള്ളവനായും നല്ല പദവിയും സ്ഥാനവും ലഭിക്കുന്നവനായും പ്രസിദ്ധനായും ഉദ്യോഗമുള്ളവനായും ഭയമില്ലാത്തവനായും പുത്രന്മാർ കുറഞ്ഞവനായും ഭവിക്കുമെന്നാണ്. ശനിക്ഷേത്രമായ കുംഭത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ പലവിധ ദുഃഖങ്ങൾ അനുഭവിക്കുന്നവനായും ധനഹീനനായും സഞ്ചാരിയായും അസത്യവാദിയായും ഒന്നിലും ആഗ്രഹങ്ങളില്ലാത്തവനായും ഭവിക്കുമെന്നാണ്. അതുപോലെ തന്നെ ചൊവ്വയുടെ ഉച്ചക്ഷേത്രമായ മകരത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ ജനിക്കുന്നവൻ വളരെ സമ്പത്തും പ്രതാപവും സ്ഥാനവലിപ്പവും കീർത്തിയും നല്ല പുത്രന്മാരും സഹോദരന്മാരും ഉള്ളവനായും ഭവിക്കുമെന്നാണ്. ഒരു സ്ത്രീ ജാതകത്തിൽ 7-ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അവൾ ചെറുപ്രായത്തിൽ തന്നെ വിധവയാകുമെന്നാണ്. അതേപോലെ 8-ാം ഭാവത്തിൽ, അതായത് അഷ്ടമത്തിലാണ് ചൊവ്വ നിൽക്കുന്നതെങ്കിൽ ആ സ്ത്രീക്ക് വൈധവ്യം സംഭവിക്കുമെന്നുള്ളതാണ്. എന്നാൽ അത് 7-ാം ഭാവാധിപനോ അഷ്ടമാധിപനോ ആണെങ്കിൽ വൈധവ്യം സംഭവിക്കുകയില്ല എന്നും പറയാൻ കഴിയും. അത് ദീർഘമംഗല്യയോഗമാണെന്നും പറയാം. സ്ത്രീ ജാതകത്തിൽ അഷ്ടമത്തിൽ ചൊവ്വയും കേതുവും കൂടി യോഗം ചെയ്താൽ അത് വൈധവ്യ ലക്ഷണമാണ്, അല്ലെങ്കിൽ വിവാഹം നടക്കുകയില്ല എന്നും പറയാം. മംഗല്യം മുടക്കുന്ന ഒരു ദുര്യോഗമാണ്. അഷ്ടമത്തിലെ ചൊവ്വ നമുക്ക് ലഭിക്കേണ്ട മറ്റു ഭാഗ്യങ്ങളെ കൂടി ഇല്ലാതാക്കുമെന്നാണ്. അഷ്ടമത്തിലെ ചൊവ്വയോടുകൂടി ശനിയോ മറ്റു പാപഗ്രഹങ്ങളോ ചേർന്ന് നിന്നാൽ ജാതകൻ്റെ ജീവിതം പൊതുവെ കഷ്ടമായിരിക്കുമെന്നുള്ളതാണ്. ബലവാനായ ചൊവ്വയുടെ ദിശാകാലത്ത് ശത്രുജയം, പൗരുഷം, സാമർഥ്യം, സഹോദരങ്ങളിൽ നിന്നുള്ള സഹായം, അധികാരസ്ഥാനങ്ങളിൽ നിന്നുള്ള സഹായങ്ങൾ, കൃഷി, ഭൂമി, വ്യവഹാരം, ഉദ്യോഗം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നെല്ലാം ധനലാഭം, ഇതൊക്കെ ജാതകന് അനുഭവവേദ്യമാകുമെന്നുള്ളതാണ്. അനിഷ്ടപ്രദനായ ചൊവ്വയുടെ ദശാകാലത്ത് ഇഷ്ടജനങ്ങളുമായി കലഹം, ഉഷ്ണം, പിത്തരോഗം, രക്തസംബന്ധിയായ അസുഖങ്ങൾ, വ്രണം, മുറിവ്, അപകടങ്ങൾ, ക്രൂരത, പരസ്ത്രീ താൽപ്പര്യം തുടങ്ങിയവയൊക്കെ അനുഭവത്തിൽ വന്നു ചേരുമെന്നുള്ളതാണ്. ഒരു ജാതകത്തിൽ ചൊവ്വ ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജാതകത്തിൽ ചൊവ്വ ദുർബലനായ വ്യക്തിക്ക് കർമ്മശേഷിയും ഉത്സാഹവും കുറവായിരിക്കും. സ്വന്തം കാലിൽ നിൽക്കുവാനുള്ള ശേഷിക്കുറവ്, ഭയം ഇവയൊക്കെ ഇവരുടെ സവിശേഷതകളായി കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രൂര സ്വഭാവം, മുൻകോപം, ഏത് കാര്യത്തിലും എടുത്തുചാട്ടം, കലഹ സ്വഭാവം, മറ്റുള്ളവരെ ആശ്രയിച്ചു ജീവിക്കൽ, മദ്യാസക്തി,
ദാസ്യപ്രവർത്തികൾ, അമിതമായ കാമാസക്തി എന്നിവയും ജാതകത്തിൽ ചൊവ്വ ദുർബലനായ വ്യക്തിയുടെ ലക്ഷണങ്ങളാണ്. ഇവരുടെ ശരീരത്തിന് ഉഷ്ണാധിക്യം കൂടുതലായിരിക്കും. അമിതമായ വിശപ്പ്, പിത്തകോപം, പ്രതിരോധശേഷിക്കുറവ്, മെലിഞ്ഞ ശരീരപ്രകൃതി, കൂടെ ശരീരത്തിൽ മുറിവുകളുണ്ടാവുക, അത് കരിയാൻ താമസിക്കുക, ഇതൊക്കെ തന്നെ ജാതകത്തിൽ ചൊവ്വ പ്രതികൂലമായവരുടെ ലക്ഷണങ്ങളാണ്. ബലവാനായ ചൊവ്വ അനിഷ്ടസ്ഥാനങ്ങളിൽ നിന്നാൽ ജാതകൻ ക്രിമിനൽ സ്വഭാവം കാണിക്കുമെന്നുള്ളതാണ്. ചൊവ്വാദോഷ പരിഹാരങ്ങൾ അനുഷ്ഠിക്കേണ്ടവർ ആരൊക്കെയാണെന്ന് നോക്കാം. മിഥുനം, കന്നി, തുലാം, മകരം, കുംഭം എന്നീ ലഗ്നങ്ങളിൽ ജനിക്കുന്നവർക്ക് ചൊവ്വ പൊതുവെ അനിഷ്ടഫലങ്ങളായിരിക്കും നൽകുന്നത്. മിഥുനം, കർക്കിടകം, കന്നി, തുലാം, കുംഭം എന്നീ രാശികളിൽ ചൊവ്വ നിൽക്കുന്നവരും ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ്. ശനി, രാഹു, ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ ദൃഷ്ടിയോടുകൂടി ചൊവ്വ നിൽക്കുന്നവരും ലഗ്നം 4, 7, 8, 12 എന്നീ ഭാവങ്ങളിൽ നിൽക്കുന്നവരും ചൊവ്വയുടെ ദശാകാലത്തും ജാതകർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ചാരവശാൽ 1, 2, 4, 7, 8, 9, 12 എന്നീ രാശികളിൽ സഞ്ചരിക്കുമ്പോഴും ജാതകൻ ദോഷശാന്തി കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമായിരിക്കും. ചൊവ്വ ഓജരാശിയിൽ നിൽക്കുന്നവർ സുബ്രഹ്മണ്യനെയും, യുഗ്മരാശിയിലാണ് ചൊവ്വയുടെ സ്ഥിതിയെങ്കിൽ ഭദ്രകാളിയെയുമാണ് ഭജിക്കേണ്ടത്. ഒരാളുടെ എല്ലാ തരത്തിലുമുള്ള ബലത്തെയും സൂചിപ്പിക്കുന്നത് ചൊവ്വയാണ്. ചൊവ്വയെ ബലപ്പെടുത്തുന്നതിനായി നാം ജീവിതത്തിൽ ചിട്ടപ്പെടുത്തേണ്ട ചില കാര്യങ്ങൾ ഇവിടെ പറയാം. ശരീരശക്തി, മനോബലം, പ്രതിസന്ധികളെ നേരിടാനുള്ള കരുത്ത്, പ്രവർത്തനശേഷി, ആത്മവിശ്വാസം ഇവയൊക്കെ വളർത്തിയെടുക്കാൻ ബോധപൂർവം ശ്രമിക്കുക. ഊർജ്ജസ്വലതയോടെ കർമ്മങ്ങളിലേർപ്പെടാൻ ശാരീരികവും മാനസികവുമായ വ്യായാമങ്ങളിലേർപ്പെടുന്നത് നല്ലതായിരിക്കും. ക്രൂരത, മദ്യാസക്തി, കലഹസ്വഭാവം എന്നിവ കർശനമായി നിയന്ത്രിക്കണം. മുൻകോപവും ക്രൂരകർമ്മങ്ങളിൽ താൽപ്പര്യമുള്ളവരും സ്വാധികമായ ഭക്ഷണം ശീലമാക്കുന്നത് നല്ലതായിരിക്കും. ജപം മുടക്കാതെ ശീലമാക്കുന്നതും നല്ലതായിരിക്കും. ചൊവ്വയുടെ ദശാകാലത്ത് ഏത് കർമ്മവും ആലോചിച്ചതിന് ശേഷമേ ചെയ്യാവൂ. ചൊവ്വയുടെ ദശാകാലത്ത് അപകടങ്ങൾ, മുറിവ്, ചതവ്, അഗ്നിഭയം എന്നിവ സംഭവിക്കാൻ സാധ്യത കൂടുതലായ കാലമാണ്. അത് മനസ്സിലാക്കി ശാന്തതയും സൂക്ഷ്മതയും എപ്പോഴും പുലർത്തുന്നത് നല്ലതായിരിക്കും. ചൊവ്വാഴ്ചയും ജന്മനക്ഷത്ര ദിവസവും ക്ഷേത്രദർശനവും മറ്റു പരിഹാര കർമ്മങ്ങളും അനുഷ്ഠിക്കാൻ ഉത്തമ ദിവസമാണ്. ചൊവ്വയുടെ നിറം ചുവപ്പാണ്. ചൊവ്വാഴ്ചയും ജന്മനക്ഷത്ര ദിവസവും ചുവപ്പ് കളർന്ന വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇവർക്ക് നല്ലതാണ്. ഒരാളുടെ ജീവിതത്തിലെ ചൊവ്വയുടെ ചില വിശേഷ വിധികളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ജാതകത്തിലെ മറ്റ് ഗ്രഹങ്ങളുടെ സഞ്ചാരസ്ഥിതി അനുസരിച്ച് ഫലത്തിൽ മാറ്റം വന്നേക്കാം. ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടവർ ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുക. എല്ലാവർക്കും നന്മകളുണ്ടാകട്ടെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നതുവരെ നിങ്ങൾക്കെൻ്റെ നമസ്കാരം.